ഹരിയാന, കർണാടക, ജമ്മു ആൻഡ് കാശ്മീരിന്റെ സംസ്ഥാന പുഷ്പമാണ് താമര. ശുദ്ധജലത്തിൽ വളരുന്നതും പൂക്കൾ ജലനിരപ്പിൽ നിന്ന് ഉയർന്നു വിരിയുന്നതുമായ സസ്യമാണിവ. ശുദ്ധജലത്തിലും ചെളി നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലും അതിജീവിക്കാൻ താമരയ്ക്ക് കഴിയും. ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് സാധാരണയായി ഇവ വളരുന്നത്. ചെറിയ കുളങ്ങളിലും പൊയ്കകളിലും പൊങ്ങി നിന്ന് വളരുന്ന ചെടിയായ താമരയുടെ വേരും കിഴങ്ങും മണ്ണിനടിയിലാണ്. താമര വളരുവാൻ ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവും സൂര്യപ്രകാശവും ആവശ്യമാണ്. വേനൽക്കാലത്താണ് താമരയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത്. പൂക്കൾ വിരിയുവാൻ ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവും സൂര്യപ്രകാശവും ആവശ്യമാണ്. 3 ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന പൂക്കൾ രാവിലെ 8 മണിക്ക് മുമ്പ് വിരിയും. ഒരു താമര ചെടി 3 വർഷം വരെ പുഷ്പിക്കും. താമരയുടെ തണ്ടിനെ താമര വളയമെന്നാണ് പറയുന്നത്. വെൺതാമര, ചെന്താമര എന്നീ 2 തരം താമരകളാണ് കാണപ്പെടുന്നത്. ഇളം റോസ് നിറത്തിലുള്ള താമരകളാണ് സാധാരണ കാണാറുള്ളതെങ്കിലും വെള്ള നിറത്തിലുള്ള താമരകളുമുണ്ട്. താമരയുടെ മധ്യഭാഗത്ത് മഞ്ഞയോ മഞ്ഞ കലർന്ന പച്ച നിറമുണ്ട്. ഇവയുടെ പല പൂക്കളും രാത്രിയിൽ അടയുകയും പകൽ വിരിയുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും ഒരു ഇന്ത്യൻ പുഷ്പമാണെങ്കിലും ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം, ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഇവ ധാരാളമായി കണ്ടുവരുന്നു. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര. ഇന്ത്യക്ക് പുറമെ വിയറ്റ്നാമിൻ്റെയും ഈജിപ്തിൻ്റെയും ദേശീയ പുഷ്പം താമരയാണ്. ആരാധനയ്ക്കും ഔഷധത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും താമര ഉപയോഗിക്കുന്നു. താമരയുടെ ഇല, തണ്ട്, വേര്, വിത്തുകൾ എന്നിവ ഭക്ഷ്യയോഗ്യമാണ്. താമരപ്പൂവിൽ വിറ്റാമിൻ സി, ഇരുമ്പ്, ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാരാളം വിത്തുകൾ അടങ്ങിയ മാംസളമായ കായാണ് താമരയുടെ ഫലം. താമരയുടെ വിത്തിന്റെ ഗുണങ്ങൾ പ്രമേഹ നിയന്ത്രണം മുതൽ അകാല വാർദ്ധക്യം വരെ തടയുന്നു. അന്നജം, കാൽസ്യം, കോപ്പർ, ഭക്ഷ്യനാരുകൾ, അയൺ, മഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം, പ്രോട്ടീൻ തുടങ്ങി നിരവധി പോഷകങ്ങൾ താമര വിത്തിൽ അടങ്ങിയിട്ടുണ്ട്. താമരയുടെ കിഴങ്ങാണ് പ്രജനനത്തിന് ഉപയോഗിക്കുന്നത്. അതുപോലെ വർഷം മുഴുവൻ വളരുന്ന ജലസസ്യമാണ് താമര. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മുളയ്ക്കുവാൻ ഇവയുടെ വിത്തിന് കഴിയും. ഇന്ത്യയിൽ ആയുർവേദത്തിന് പുറമെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിലും താമര ഉപയോഗിച്ചു വരുന്നു. മലിനജലത്തെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള ചെടിയാണ് താമര. അജൈവ മാലിന്യങ്ങളെയും രാസമാലിന്യങ്ങളെയും ക്ലോറിനെയും വലിച്ചെടുത്ത് നശിപ്പിക്കുവാനും താമരയ്ക്ക് കഴിവുണ്ട്.